ഹലോ ഗൈസ്, അങ്ങനെ മുട്ടായിയൊക്കെ എണ്ണി തീർന്നതിന് ശേഷം ഞാൻ ഇന്ന് ആലപ്പുഴയിലോട്ട് പോവുകയാണ്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോഴത്തേനും എനിക്കൊരു എത്ര രൂപ അങ്ങോട്ട് കൊടുത്താൽ 10 രൂപ തിരിച്ച് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ആ ചെറുക്കൻ്റെ ചില്ലറയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇറങ്ങാറായപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നപ്പോൾ ആ ഒരു ചേച്ചിയെ ചോദിച്ചേ. അപ്പോൾ ആ ചേച്ചി എനിക്ക് പൈസ തന്നേ, 2 രൂപ. അങ്ങനെ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ചോദിച്ചാലും 1 രൂപ 2 രൂപയൊക്കെ തരുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടിയും ബഹളവും ഭയങ്കര ഞെരുക്കായിരുന്നു ആ ബസ്സിൽ. ഓണത്തിൻ്റെയും നബിദിനത്തിൻ്റെ എല്ലാം കൂടി ആയതുകൊണ്ട് ഒരു തിരക്കാണെന്ന് തോന്നുന്നു ബസ്സിൽ. അപ്പോൾ എൻ്റെ അപ്പുറത്തൊരു ചേച്ചി, ആ ചേച്ചി ഇറങ്ങിയതിന് ശേഷം ഞാൻ വിൻഡോ സീറ്റിൽ വന്നു. അപ്പോൾ എൻ്റെ അപ്പുറത്തൊരു ചേച്ചി വന്നിരുന്നത്. അല്ലോ, ആ ചേച്ചി എപ്പോഴും എൻ്റെ ബഹത്ത് തന്നെയായിരുന്നു ഉറങ്ങി വീഴുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു പാവം, ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തൊക്കെ അവസ്ഥയുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ശല്യം ചെയ്തില്ല. അത് കഴിഞ്ഞ് അടുത്തൊരു KSRTC ബസ്സിൽ കയറിയപ്പോൾ ദാ ഈ ഒരു അപ്പൂപ്പൻ, എൻ്റെ പൊന്നു, കള്ളും കുടിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് നടുക്ക് കയറി അങ്ങ് ഇരുന്നു. എൻ്റെ അപ്പുറത്ത് ഇയാൾ, അതിൻ്റെ അപ്പുറത്തൊരു മാമൻ. ആ മാമൻ്റെ എൻ്റെയും ദേഹത്ത് ഉറങ്ങി വീഴലായിരുന്നു പണി. എന്തൊരു ബുദ്ധിമുട്ട്, ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ